ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കേ. ആണ്ടവർ നൽകിയിരിക്കുന്ന ദിവസത്തിനായി നമുക്ക് സ്തോത്രം പണിടാം. അവൻ ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർത്ത് അവർക്ക് സ്തോത്രം പണിടാം. അവൻ നമ്മളോട് കാണിച്ച എല്ലാ ദയയ്ക്ക് വേണ്ടി നമുക്ക് സ്തോത്രം പണിടാം. അവൻ നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവ്. അവൻ നമ്മളെ വീണ്ടെടുത്തവൻ. നമ്മളിതെല്ലാം നമ്മൾ പാസിച്ചാച്ചേ. ഇന്ന് ഞാൻ എപ്പിസോഡ് 49 ഞാൻ പോയിടുകയാണ്. എപ്പിസോഡ് 49 എന്നത് ആണ്ടവർ നമ്മളോട് എന്നെ പേശണമെന്ന് നമുക്ക് പാക്കലാം. എഫ്.എസ്. ലേഖനം നമ്മൾ പാക്കുവാണെങ്കിൽ എഫ്.എസ്. ലേഖനം 6 അധ്യായം അതിൻ്റെ 1 വാക്യം മുതൽ കീഴിലോട്ട് നമുക്ക് വാസിച്ചിടാം. ആണ്ടവർ ഇന്ന് നമ്മളോട് എന്നാണ് പേശുവാൻ ആഗ്രഹിക്കുന്നത്? ആണ്ടവർ ഇത് ഞാൻ പേശുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഈ വയസ്സായ മനുഷ്യൻ എന്നെ പേശുക, ഈ വയസ്സായ മനുഷ്യൻ എന്നെ ചൊല്ലുക എന്ന് ഞാൻ പേശുക അല്ല, ആണ്ടവർ എന്നിൽ കൂടെ നിങ്ങളോട് പേശുക. ആണ്ടവർ നിങ്ങളോട് കൂടെ പേശുമ്പോൾ നിങ്ങൾ എന്നെയല്ല കേൾക്കുന്നത്. ആരെയാണ് കേൾക്കുന്നത്? ആണ്ടവരുടെ വചനത്താണ് കേൾക്കുന്നത്. നിങ്ങൾ ആണ്ടവരുടെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചെവി കൊടുത്തിടുവീൻ. നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ പറ്റും? നിങ്ങൾ നരകത്തിലേക്ക് പോയിടുകയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചൊല്ലിയച്ചേ, നമ്മുടെ വഴി നരകത്തിലേക്കുള്ള വഴിയായിരുന്നു. ആ വഴിയിൽ നിന്നും ആണ്ടവർ നമ്മളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിച്ചാച്ച്. ഈ എഫ്.എസ്. ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ആണ്ടവരുടെ മക്കളായിടുമ്പോൾ ആണ്ടവർ നമുക്ക് നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് നമ്മളത് ഇരിക്കുക. അത് മാത്രമല്ല, ഈ 5 അധ്യായത്തിൽ നമ്മൾ എന്നെ വാസിച്ചേ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മളുടെ സംബന്ധം, അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരം, അല്ലെങ്കിൽ നമുക്ക് ആണ്ടവരും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ആണ് ആണ്ടവർ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത്. ആരുടെ റിലേഷൻഷിപ്പ്? അതായത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ മനുഷ്യനും ആണ്ടവരുമായിട്ടുള്ള ആ ബന്ധത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അത് ഞാൻ 5 അധ്യായം മുഴുവനും നമ്മൾ പഠിച്ചാച്ചേ. അതിൽ നിന്ന് നമ്മൾ ഓരോ വാക്യമായിട്ട് നമ്മൾ ചിന്തിച്ചാച്ചേ. അത് എപ്പടി മനസ്സിലായാച്ചാൽ അതിൽ നമ്മൾ ചൊല്ലുക, ആണ്ടവരും നമ്മളുമായിട്ടുള്ള ബന്ധം എപ്പടി, ആണ്ടവരും നമ്മളുമായിട്ടുള്ള ബന്ധം എപ്പടി. ഇങ്ങനെ നമ്മൾ ഒരു ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധം. എന്തിനാ ഒരു ഭാര്യയും ഭർത്താവിനെയും പറ്റി ചൊല്ലിയാച്ച്? നമുക്ക് ഭൂമിയിലുള്ള കാര്യം തിരിയുമ്പോൾ താൻ സ്വർഗത്തിലെ കാര്യം തിരിയും. നമുക്ക് പിടിയണമെന്നുണ്ടെങ്കിൽ എന്നാ പറയണം? നമുക്ക് ഭൂമിയിലെ കാര്യം, അതായത് നമ്മൾ പാർക്കും നമുക്ക് തിരിയണം. നമ്മൾ തിരിയാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സ്വർഗത്തിലെ കാര്യം നമ്മൾ എപ്പടി തിരിയും? അല്ലെങ്കിൽ ആണ്ടവർ നമ്മളോട് നേസിക്കുന്നതിനെ പറ്റി നമുക്ക് എപ്പടി പൊടിയും? ആണ്ടവർ നമ്മൾ നേസിക്കുന്ന പിടിയണമെന്നുണ്ടെങ്കിൽ എന്നെ പറയണം? നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ പണ്ണുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ വിസാരിച്ചിടണം. നമ്മൾ എപ്പടി നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹം கிடைக்கும், നമുക്ക് എപ്പടി നമ്മുടെ അപ്പ അമ്മയോട് നമ്മുടെ നേസം கிடைக்கும், അല്ലെങ്കിൽ ഭാര്യയുടെ നേസം கிடைக்கும், അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോട് എപ്പടി നേസം கிடைക്കും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് എപ്പടി നേസം கிடைക്കും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളോട് നമുക്ക് എപ്പടി നേസം கிடைക്കും. ഇതെല്ലാം ഇത് തിരിയുമ്പോൾ നമുക്ക് തിരിയുന്നത് ആണ്ടവരുടെ നേസം എപ്പോഴാണെന്ന്. അതുകൊണ്ട് ആണ്ടവർ എന്നാ ചൊല്ലുക? ആണ്ടവരുടെ നേസത്തെ പറ്റി നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് പൊടിയുന്ന മാതിരി ആണ്ടവർ നമുക്ക് വചനം ചൊല്ലിയിരിക്കുക. കാരണം എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത് പൊടിയാൻ മാട്ടെ, അല്ലെങ്കിൽ നമുക്കത് ഗ്രഹിക്കാൻ മാട്ടെ. നമ്മൾ വിചാരിക്കും ആണ്ടവർ ഈ ഭാര്യ ഭർത്താവ് ബന്ധത്തെ പറ്റി ഇത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് ഒരു അധ്യായം മുഴുവനും എന്തിനു എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അതിൽ നമ്മൾ മെയിനായിട്ട് അത് തന്നെ നമ്മൾ ആണ്ടവരും നമ്മളുമായിട്ടുള്ള ബന്ധം. അത് ആരുമായിട്ട് കമ്പയർ പണിയാച്ചേ? നമ്മളും പൊണ്ടാട്ടിയുമായിട്ട്, നമ്മളും ഭാര്യയുമായിട്ട്, നമ്മളും മനവിയുമായിട്ട്, അതായത് ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ കണവനും പൊണ്ടാട്ടിയും.
ആ റിലേഷൻ നമുക്ക് പൊടിയുമ്പോൾ താൻ നമുക്ക് എന്നാ തിരിയും? ஆண்டவர் நம்மளோட பந்தம் நமக்கு தெரியும். നമ്മൾ சொல்லி ஆண்டவர் என்ன நேசிக்குது നമ്മൾ എപ്പോഴുമേ சொல்லு ആണ്ടവർ നമ്മളെ നേസിക്കുവോ. നമുക്ക് தெரியும் ആണ്ടവർ നമ്മളെ നേസിക്കുന്നത്. നമ്മൾ ഫോറിൻ ലാൻഡിലെ നമ്മൾ പോയിടുവാന്നുണ്ടെങ്കിൽ, വെളിയിലെല്ലാം പോയിടുവാന്നുണ്ടെങ്കിൽ, അമേരിക്കയിൽ നമ്മൾ മെയിൻലി അമേരിക്കയെ പറ്റി നമ്മൾ കേട്ടിരിക്കുക. അമേരിക്ക പോകുന്ന എപ്പോഴുമേ കാണുമ്പോൾ അയ്യോ ഐ ലവ് യു ഹബി, ഐ ലവ് യു ഹണി, ഐ ലവ് യു സ്വീറ്റി, ഐ ലവ് യു. അവർക്ക് മനസ്സിൽ നേസമേ കിടക്കാതെ അവർ വാ കൊണ്ട് താൻ പേശുതേ ഐ ലവ് യു അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ നേസിക്കുന്നു എന്ന് അവർ വാ കൊണ്ട് താൻ ചൊല്ലുക. അവരുടെ ഹൃദയത്തിൽ ആ നേസം ഇരിക്കുക. അന്നേരം അതുകൊണ്ടാണ് ആണ്ടവർ എന്നത് ചൊല്ലുക. ഒരു പൊണ്ടാട്ടിയും ഒരു കണവനും റിലേഷനെ പറ്റി ആണ്ടവർ പേശിയാച്ച്. ആ റിലേഷൻ എപ്പടി ആയിരിക്കണം, അന്നേരം താൻ അതിൻ്റെ ആ റിലേഷൻഷിപ്പിൻ്റെ വില നമുക്ക് പൊടിയും. അല്ലെങ്കിൽ പൊടിയാതെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇപ്പോഴെല്ലാം കാമിക്കുക. അത് കാമിക്കുന്ന അത് റിലേഷൻഷിപ്പ്. ഈ ബന്ധം എപ്പം തുടങ്ങിയാച്ചേ? അതായത് ഭാര്യ ഭർത്ത ബന്ധം എപ്പം തുടങ്ങിയാച്ചേ? കണവരും മനവിയുമായിട്ടുള്ള ബന്ധം എങ്കിൽ തുടങ്ങിയാച്ചേ? അത് തുടങ്ങിയത് ഏദൻ തോട്ടത്തിൽ വെച്ച്. ഏദൻ തോട്ടത്തിൽ നിന്ന് വെച്ച് താൻ ഇത് തുടങ്ങിയത്. അങ്ങേ താൻ ആണ്ടവർ മനുഷ്യനെ ഉണ്ടാക്കിയാച്ച്. അവൻ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് മനുഷ്യന് അവൻ്റെ നേസം കാണിച്ചാച്ച്. അവൻ്റെ നേസം എപ്പടി കാണിച്ചാച്ച്? നമുക്ക് നേസം കാണിക്കാൻ പറ്റും? നമ്മൾ വിചാരിക്കുക നമുക്ക് നേസം എപ്പടി കാണിക്കാൻ പറ്റും? നമ്മൾ പേശുന്നതാണ് നേസം. നമ്മൾ നേസം കാണിക്കുന്നത് നമ്മൾ അവരെ എപ്പടി പാക്കുന്നു അതുതാണ് നമ്മൾ നേസം കാണിക്കുന്നത്. നമ്മൾ നേസം കാണിക്കുന്നത് എപ്പടി പാക്കുന്നു. നമുക്ക് എൻ്റെ മകൾ ഇங்கே പക്കത്തിൽ വരുക, അല്ലെ എൻ്റെ മകൻ എൻ്റെ പക്കത്തിൽ വരുക, അവനോട് ഞാൻ നേസം എപ്പടി കാണിക്കും? അവനെ പിടിച്ച് രണ്ട് കിസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നേസം ആയാച്ചാ? അതുകൊണ്ട് അത് മുടിഞ്ഞാച്ചാ? അപ്പടിയാണെങ്കിൽ ഈസി താൻ നമ്മൾ നമ്മുടെ മക്കളെ പിടിച്ചിട്ട് നമ്മൾ 2 കിസ് കൊടുത്തു കഴിഞ്ഞാൽ നേസം ആയച്ചാ മുടിഞ്ഞാച്ച? അപ്പടിയല്ല. നമുക്ക് നേസം എപ്പടി അവര് അപ്പ അമ്മ എന്ന് എപ്പടി നമ്മളെ കൂപ്പിടണമെന്നുണ്ടെങ്കിൽ നമ്മളെ നേസം കാണിക്കണം. നമ്മളെ നേസം എപ്പടി കാണിക്കണം? നമ്മൾ അവരെ എപ്പടി നമ്മൾ പാക്കുന്നത് അതവർക്ക് തിരിയണം. നമ്മൾ എപ്പടി അവരെ പാക്കുന്നെന്ന് തിരിയാതിരുന്നാൽ നമ്മൾ എപ്പടി നേസം കാണിക്കും? നമുക്ക് നേസം കാണിക്കാൻ മുടിയാതെ. നമുക്ക് നേസം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നമ്മൾ എപ്പടി പാക്കുന്നെന്ന് അവർക്ക് തിരിയണം. അവർക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പസിക്കുമ്പോൾ നമ്മൾ അവർക്ക് ആഹാരം കൊടുത്തിടണം. അവർക്ക് ദാഹം വരുമ്പോൾ നമ്മൾ തണ്ണി കൊടുത്തിടണം. അവർക്ക് പാല് വേണമെങ്കിൽ പാല് കൊടുത്തിടണം. അവർക്ക് തുണി വേണമെങ്കിൽ നമ്മൾ തുണി വാങ്ങിടണം. ഉടുപ്പ് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിടണം. അവർക്ക് ഷൂ വേണമെങ്കിൽ ഷൂ വാങ്ങിക്കൊടുത്തിടണം. നമ്മൾ ഇതെല്ലാമേ നിങ്ങളുടെ പിള്ള ചൊല്ലിയിട്ട് താൻ കൊടുക്കുക. അവർ ചൊല്ലുമ്പോഴും കൊടുക്കും. ചിന്ന പിള്ളയ്ക്ക് നീ ചൊല്ലിയിട്ടാണ് കൊടുക്കുന്നത്. അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് വന്ന് അവർ നടക്കുമ്പോൾ അവരുടെ കാലയിലെ കല്ല് തട്ടാതെ അല്ലെ കാലയിലെ മുള്ള് കൊള്ളാതെ അതുകൊണ്ട് എന്നെ പറയണം? ചെരുപ്പ് കൊടുത്തിടാം. ഇത് നമ്മുടെ നേസം നമ്മുടെ മക്കളെ നമ്മൾ കാണിക്കുക. അവർക്ക് പസിക്കുമ്പോൾ നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു. അത് നമ്മളെ നേസം കാണിക്കുക. അതായത് അവർക്ക് പസിക്കുമ്പോൾ നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കാതെ നമ്മൾ അതായത് നല്ല ശാപ്പാട് കൊടുക്കാതെ നമ്മൾ എന്നാ ചെയ്യുക? കല്ലും മണ്ണും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പസി പോയിടുക. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ താൻ നമ്മൾ ഏറ്റവും നമ്മുടെ മക്കളെ കൊടുക്കുന്നത്. അവർക്ക് എന്നാ தேவைப்படுമോ അത് നമ്മൾ കൊടുക്കുക. അത് അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് തിരിയാം എൻ്റെ അമ്മ അപ്പായുടെ പക്കത്തിൽ പോയി കഴിഞ്ഞാൽ
എനിക്ക് എന്നാ തേവപ്പെടുമോ അതെനിക്ക് കിടച്ചിടും. അത് എന്തുകൊണ്ട് കിടച്ചിടും? എൻ്റെ അപ്പ അമ്മ എന്നെ നേസിക്കുന്നു. അപ്പ അമ്മ നേസിക്കുന്നതുകൊണ്ട് അത് മട്ടുമാ. ആരെങ്കിലും ഒരു നായ നിങ്ങളെ കടിക്കാൻ വരുക, നമ്മൾ എங்கே ഓടിടും? அப்பா அம்மா பக்கத்துக்கு அப்பா அம்மா பக்கத்தில் தான் ஓடிடும். நான் சின்ன பிள்ளை பற்றி சொல்லு, நான் பெரிய ஆൾക്കാരെ பற்றி அல்ல நான் சொல்லுது. നമ്മളും ചിന്ന പിള്ളയായിരുന്നു, അതിൽ தான் വലുതായി ഇത്രയും പെരിയവരായത്. നായ കടിക്കാൻ വരുമ്പോൾ നമ്മൾ എന്നാ பண்ணுவா? നമ്മൾ നായോട് നമ്മൾ യുദ്ധം പണ്ണാൻ വേണ്ടി പോവാ, മല്ലയുദ്ധം പണ്ണാൻ പോവാ, അത് വന്ന് കടിച്ചിടും. அதே சமயம் நம்ம என்ன பண்ணுவா, നമ്മൾ നേരെ அப்பா எடுத்து சொல்லு, அப்பா நான் என்னை கடிக்காம இருந்தேன். அப்பா இருந்த சொல்லு, மகனே நீ கவலைப்படாத, ഞാൻ ഇங்கே ഇരിക്കേ, നിന്നെ ആരുമേ ഒന്നുമേ തൊടാതെ ഞാൻ നിന്നെ പാത്തിടും. ആര് പാത്തിടും? ഞാൻ നിന്നെ പാത്തിടും. അത് താൻ അപ്പായുടെ സ്നേഹം മകനെ കാണിക്കുന്നത് അല്ല മകൾക്ക് കാണിക്കുന്നത്. അതായത് ആ നേസം താൻ ഇങ്ങെ അതിനെപ്പറ്റി താൻ ഈ വചനം നമ്മൾക്ക് മുഴുവനും നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് ചെയ്യുന്നത്. അത് ഈ മക്കൾ എപ്പടി വന്നാച്ചേ, അത് ഭാര്യയെ കൂടി, അതായത് മനവിൽ കൂടി വന്നാച്ചേ. അന്നേരം അതിൻ്റെ നേസം അതായത് നമ്മൾ റൂട്ട്, അത് എങ്കേന്ന് വന്നു എന്ന് തിരിയുമ്പോൾ താൻ അതിൻ്റെ റൂട്ടും അത് നമുക്ക് പൊടിക്കുമ്പോൾ താൻ നമുക്ക് എന്നാ തിരിയും, അല്ലെങ്കിൽ അതിൻ്റെ വേറെ എങ്കേന്ന് വന്നെന്ന് തിരിയുമ്പോൾ താൻ നമുക്ക് തിരിയും എത്രമാത്രം നേസം ഇരിക്കും. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ഞാൻ ഇന്ന് വചനം ഒന്നുമേ ചൊല്ലിയില്ല, നിങ്ങളോട് ജസ്റ്റ് ഒരു നോർമൽ കാര്യം താൻ പേശിയത്. എൻ്റെ നമ്പർ 9791843308 974-184-3308 3308. അത് താൻ എൻ്റെ നമ്പർ. എപ്പോഴുമേ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ കൂപ്പിടാം. ഞാൻ നിങ്ങളോട് പേശുവാൻ തക്കോണം ഞാൻ ரொம்ப ആശ വെച്ചിരിക്കുക. നിങ്ങൾ പേശുന്ന എനിക്ക് ரொம்ப ഇത് ഞാൻ നിങ്ങൾക്ക് ആണ്ടവരുടെ സത്യം താൻ നിങ്ങളോട് ചൊല്ലും. എനിക്ക് വേറെ ഒന്നുമേ ചൊല്ലാനില്ല. എനിക്ക് നിങ്ങളുടെ പണം വേണ്ട, നിങ്ങളുടെ ധനം വേണ്ട, നിങ്ങളുടെ ഭൂമി എനിക്ക് വേണ്ട, നിങ്ങളുടെ എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്നാ വേണം? എൻ്റെ ആണ്ടോട് എന്നോട് കാണിച്ച നേസം നിങ്ങളെ കാണിക്കുക. അതുതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് ഞാൻ എനിക്ക് നിർത്തുക. നമുക്ക് പാട്ടില ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.